നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ദക്ഷിണേന്ത്യയിൽ ഈ തെരഞ്ഞെടുപ്പിൽ അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കുകയാണ് BJPയുടെ ദേശീയ നേതൃത്വം. അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് ദക്ഷിണേന്ത്യയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. ഇതാ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരിക്കൽ കൂടി തമിഴ്നാട്ടിലേക്ക് എത്തുകയാണ്. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ 7ാമത്തെ തവണയാണ് തമിഴ്നാട്ടിലേക്ക് പ്രധാനമന്ത്രി എത്തുന്നത്. ചെന്നൈയിൽ തമിഴൈ സൗന്ദരരാജൻ്റെ അടക്കമുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുമെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ചെന്നൈ അടക്കമുള്ള 3 മണ്ഡലങ്ങളിൽ റോഡ് ഷോയിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. കോയമ്പത്തൂരിൽ അണ്ണാമലയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി പ്രധാനമന്ത്രി ദിവസങ്ങൾക്ക് മുൻപ് എത്തിയിരുന്നു. വമ്പിച്ച ജനാവലിയാണ് കോയമ്പത്തൂരിൽ റോഡ് ഷോ കാണുന്നതിനായി തമിഴ്നാട്ടിൽ തടിച്ചുകൂടിയത്. എന്തായാലും തമിഴ് മക്കളെ ഇളക്കി മറിക്കുകയാണ് നരേന്ദ്രമോദി. തമിഴ്നാട്ടിലെ സ്റ്റാലിൻ ഭരണകൂടം നടത്തുന്ന എതിർ നീക്കങ്ങളെ ശക്തമായി പ്രതിരോധിക്കുന്നു പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള BJP. നമുക്കറിയാം, അണ്ണാമലൈ സംസ്ഥാന പ്രസിഡന്റായി വന്നതിന് ശേഷം ശക്തമായ പ്രവർത്തനങ്ങളാണ് തമിഴ്നാട്ടിൽ BJP നടത്തുന്നത്. എന്നാൽ ഫാസിസ്റ്റ് ഭരണകൂടത്തിന് സമാനമായ രീതിയിൽ ദേശീയതയെ ചോദ്യം ചെയ്യുകയാണ് DMK ഭരണവും അതുപോലെ തന്നെ DMKയുടെ മുഖ്യമന്ത്രി MK സ്റ്റാലിനും. സനാതന ധർമ്മത്തെ നിശിതമായി വിമർശിക്കുന്ന സ്റ്റാലിൻ്റെയും DMKയുടെയും നിലപാടുകൾക്കെതിരെ ശക്തമായ പ്രതിരോധമാണ് തമിഴ്നാട്ടിൽ അണ്ണാമലയുടെ നേതൃത്വത്തിലുള്ള BJP നടത്തുന്നത്. അതുകൊണ്ട് തന്നെ BJPക്ക് ഇക്കുറി അവിടെ വിജയം കൈവരിച്ചേ സാധിക്കൂ. അതിനുവേണ്ടിയുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരിക്കൽ കൂടി കേരളത്തിലേക്കും എത്തും. കേരളത്തിൽ കഴിഞ്ഞ 2 മാസത്തിനിടയിൽ 4 or 5 തവണ പ്രധാനമന്ത്രി വന്നു പോയിരിക്കുന്നു. ഇത്തവണ ആലത്തൂരിലേക്കാണ് പ്രധാനമന്ത്രിയുടെ വരവെന്നാണ് ലഭിക്കുന്ന വിവരം. അതേസമയം കരുവന്നൂർ ബാങ്കിന് സമീപം പ്രധാനമന്ത്രി റോഡ് ഷോ നടത്തണമെന്ന ആവശ്യം BJPയുടെ സംസ്ഥാന ഘടകം മുന്നോട്ട് വച്ചിട്ടുണ്ട്. അതായത് ഇരിങ്ങാലക്കുടയിൽ നടത്തണമെന്നാണ് BJPയുടെ സംസ്ഥാന നേതൃത്വം പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ആലത്തൂരിൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ നടക്കുന്നു എന്നുള്ള വിവരങ്ങളും പുറത്തു വരികയാണ്. ഈ മാസം 15-ാം തീയതി, ഏപ്രിൽ മാസം 15-ാം തീയതി ആയിരിക്കും കേരളത്തിലേക്ക് പ്രധാനമന്ത്രി ഒരു തവണ കൂടി എത്തുക. നേരത്തെ പത്തനംതിട്ടയിൽ പ്രധാനമന്ത്രി എത്തിയിരുന്നു, തൃശ്ശൂരിൽ പ്രധാനമന്ത്രി എത്തിയിരുന്നു, തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി എത്തിയിരുന്നു. അങ്ങനെ കേരളത്തിലെ A ക്ലാസ്സായ വിവിധ മണ്ഡലങ്ങളിൽ പ്രധാനമന്ത്രി നേരത്തെ എത്തിയിരുന്നു, പാലക്കാട് എത്തിയിരുന്നു. അങ്ങനെ BJPക്ക് വിജയപ്രതീക്ഷയുള്ള നിരവധി മണ്ഡലങ്ങളിൽ പ്രധാനമന്ത്രിയുടെ സാന്നിധ്യമുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ പ്രധാനമന്ത്രി ഒരിക്കൽ കൂടി കേരളത്തിലേക്ക് എത്തുകയാണ്. ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് പ്രധാനമന്ത്രി എത്തിച്ചേരും, റോഡ് ഷോ നടത്തുമെന്നുള്ള വിവരങ്ങളും പുറത്തേക്ക് വരികയാണ്. ദക്ഷിണേന്ത്യ മുൻകാലങ്ങളെ അപേക്ഷിച്ച് BJP ഏറെ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഇടങ്ങളാണ്. അതായത് കേരളം, തമിഴ്നാട്, ആന്ധ്ര, കർണാടക, തെലങ്കാന തുടങ്ങിയ 5 സംസ്ഥാനങ്ങളിൽ നിന്നായി 50 മുതൽ 60 വരെ സീറ്റുകൾ നേടണം എന്നുള്ളതാണ് BJPയുടെ ദേശീയ നേതൃത്വത്തിൻ്റെ കണക്കുകൂട്ടൽ. അങ്ങനെയെങ്കിൽ മാത്രമേ BJP ഒറ്റയ്ക്ക് 370 എന്ന സീറ്റും NDA 400 എന്ന സീറ്റും കടക്കുകയുള്ളൂ. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ശക്തമായ മത്സരം ഈ സംസ്ഥാനങ്ങളിൽ കാഴ്ചവെക്കാൻ കഴിയുമെന്ന് BJPയുടെ ദേശീയ നേതൃത്വം കണക്കുകൂട്ടുകയും ചെയ്യുന്നു. അതിൻ്റെ മുന്നോടിയായിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. പ്രധാനമന്ത്രി എത്രയോ തവണ ഈ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ യാത്ര ചെയ്തിരിക്കുന്നു. പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന ഇടങ്ങളിൽ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നു. അഭൂതപൂർവമായ ജനപിന്തുണയാണ് പല റോഡ് ഷോയ്ക്കും ലഭിച്ചത്. കോയമ്പത്തൂരിൽ റോഡ് ഷോ നമ്മളൊക്കെ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ്. അതുപോലെ കേരളത്തിൽ പത്തനംതിട്ടയിൽ, കേരളത്തിൽ പാലക്കാട്, കേരളത്തിൽ തിരുവനന്തപുരത്ത്, എവിടെ പ്രധാനമന്ത്രി എത്തിയാലും അവിടെയൊക്കെ ജനസാഗരങ്ങളെന്ന് പറയുന്ന തരത്തിൽ ആളുകൾ തടിച്ചുകൂടുകയാണ്. അപ്പോൾ ഈ പ്രധാനമന്ത്രി ഒരു ക്രൗഡ് പുള്ളറാണെന്ന് ഏവർക്കും അറിയാം. അത്തരത്തിൽ പ്രധാനമന്ത്രിയുടെ ഈ ഒരു ജനകീയ സ്വീകാര്യതയെ വോട്ടാക്കി മാറ്റുക, അതാണ് BJP ലക്ഷ്യമിടുന്നത്. പരമാവധി കേരളത്തിലെ മണ്ഡലങ്ങളിലേക്ക് പ്രധാനമന്ത്രിയുടെ സാന്നിധ്യം കൊണ്ടുവരിക. പ്രധാനമന്ത്രി എത്തുന്നതോടുകൂടി പ്രവർത്തകർ ആവേശത്തിലാവും, സ്ഥാനാർത്ഥികൾ ആവേശത്തിലാവും. അങ്ങനെ കേരളത്തിലെ വിവിധ ഇടങ്ങളിൽ, ആലപ്പുഴ നമുക്കറിയാം, കഴിഞ്ഞ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ കേരളത്തിൽ ഏറ്റവും അധികം BJPക്ക് വേരോട്ടമുണ്ടായ മണ്ഡലങ്ങളിലൊന്നാണ് ആലപ്പുഴ. പ്രചരണത്തിൽ ഏറ്റവും അധികം മുന്നിൽ നിൽക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് ആലപ്പുഴ.
ഒരു ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നു എന്ന പ്രതീതി ഉണ്ടാക്കാൻ ശോഭാ സുരേന്ദ്രന് ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ കഴിഞ്ഞു. വളരെ പെട്ടെന്ന് തന്നെ BJPയുടെ എ ക്ലാസ് മണ്ഡലം എന്ന പരിഗണനയിലേക്ക് വരുന്ന ഒരു മണ്ഡലം കൂടിയാണ് ആലപ്പുഴ. ആ ആലപ്പുഴയിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്താനുള്ള സാധ്യതകളാണ് ഇപ്പോൾ മുന്നിൽ കാണുന്നത്. കഴിഞ്ഞ ദിവസം BJPയുടെ ദേശീയ സംഘടനാ സെക്രട്ടറി BL സന്തോഷ് ആലപ്പുഴയിലെത്തിയിരുന്നു. ആലപ്പുഴയിലെ പ്രാദേശിക നേതാക്കന്മാരുമായും ആലപ്പുഴയിലെ ജില്ലാ നേതാക്കന്മാരുമായും മണിക്കൂറുകൾ നീണ്ട ചർച്ച നടന്നു. ആലപ്പുഴയിൽ പ്രധാനപ്പെട്ട വ്യക്തികൾക്ക് ചുമതലകൾ നൽകി. ദേശീയ നേതൃത്വത്തിലെ നിരവധി പേർ ആലപ്പുഴയിലേക്ക് പ്രചരണത്തിനെത്തുമെന്നുള്ള തീരുമാനം ആ യോഗത്തിലുണ്ടായി. ദേശീയ നേതൃത്വത്തിൻ്റെ നേരിട്ടുള്ള നിരീക്ഷണത്തിലായിരിക്കും ആലപ്പുഴയിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുക എന്ന ഉറപ്പ് അദ്ദേഹം നൽകിയിരിക്കുന്നു. എന്തായാലും പ്രധാനമന്ത്രി ആലപ്പുഴയിലെത്താനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. ശോഭാ സുരേന്ദ്രൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഒരു ശക്തി പകർന്നുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യം ആലപ്പുഴയിൽ ഉണ്ടാകാനും സാധ്യതകളുണ്ട്. എന്തായാലും തെക്കേ ഇന്ത്യയിൽ വലിയ വിജയമാണ് BJP പ്രതീക്ഷിക്കുന്നത്. അതിനുവേണ്ടി BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ തെക്കേ ഇന്ത്യയിലേക്ക് നിരന്തരമായി എത്തും. നമുക്കറിയാം വടക്കേ ഇന്ത്യയൊക്കെ BJPയുടെ കൈകളിൽ ഭദ്രമാണ്. പ്രത്യേകിച്ച് അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം, ആർട്ടിക്കിൾ 370 എടുത്തു മാറ്റിയ സംഭവം, CAA നിയമ ഭേദഗതി തുടങ്ങിയവ എല്ലാം കൊണ്ട് തന്നെ വടക്കേ ഇന്ത്യയിലെ ഹിന്ദി ഹൃദയഭൂമികളെല്ലാം തന്നെ വളരെയധികം സേഫാണ്. BJPയുടെ പോക്കറ്റിലുള്ള സീറ്റുകളാണത്. അതുകൊണ്ട് തന്നെ ആ സീറ്റുകൾ നിലനിർത്തുന്നതിനൊപ്പം തന്നെ തെക്കേ ഇന്ത്യയിലെ പരമാവധി സീറ്റുകൾ നേടിയെടുക്കുക. BJPക്ക് ഇതുവരെ വേരോട്ടമില്ലാത്ത സംസ്ഥാനങ്ങളിൽ തന്നെ നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുക. അതിലൂടെ രാജ്യത്ത് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി 3-2 ഭൂരിപക്ഷത്തോടെ BJP ഒറ്റയ്ക്ക് സീറ്റ് നേടി അധികാരത്തിലെത്തുക എന്നുള്ള വലിയ ലക്ഷ്യത്തിലാണ് BJP മുന്നോട്ട് പോകുന്നത്. അതിന് ചുക്കാൻ പിടിക്കുന്നത് സാക്ഷാൽ നരേന്ദ്രമോദി തന്നെയാണ്. ആ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ BJP വലിയ കുതിപ്പാണ് ഈ തെരഞ്ഞെടുപ്പിൽ ലക്ഷ്യമിടുന്നത്. തെക്കേ ഇന്ത്യ പിടിച്ചടക്കാനുള്ള വലിയ ജൈത്രയാത്രയിലാണ് നരേന്ദ്രമോദിയും കൂട്ടരും.